മുടി കൊഴിച്ചിലുണ്ടോ എങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഈസി ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റോസ്മേരി വാട്ടർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് വാങ്ങിയിട്ട് ഉണക്കാറാണ് ചെയ്യാറ്. ഇത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണിപ്പം റോസ്മേരി. അപ്പം മല്ലിച്ചപ്പിൻ്റെ ആ സെക്ഷനിൽ അവൈലബിൾ. അപ്പോൾ ഞാൻ ഈ റോസ്മേരി ആദ്യമൊക്കെ 40 റുപ്പീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 58 റുപ്പീസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ റോസ്മേരി വാങ്ങിയിട്ട് ചെറിയ ഷെയ്ഡിൽ അത് വെച്ചിട്ട് ഉണക്കും. അധികം ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ചില സമയത്ത് തീരെ വെയിലില്ലെങ്കിൽ 2 ദിവസം മാക്സിമം വെക്കേണ്ടതുള്ളൂ. ഉണക്കിയതിന് ശേഷം ഈ റോസ്മേരി, ഈ പിടി റോസ്മേരി എടുത്തിട്ട് അത് ഞാൻ തിളപ്പിക്കും. 10-15 മിനിറ്റ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും. ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തലയിൽ തേക്കാം. പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ്, അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. നീരിറക്കുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ അപ്പോൾ ഒരു 5 മിനിറ്റ്സൊക്കെ തലയിൽ വെച്ചിരുന്നാലും അത് ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഉണങ്ങിയതല്ലേ അപ്പോൾ പ്രിസർവ് ചെയ്യും. പിന്നെ ഈ റോസ്മേരി നമ്മളിപ്പോൾ ഇത്രയും തിളപ്പിച്ച വെള്ളമില്ലേ, ഈ വെള്ളം ഞാൻ ഒരു പകുതി അറ്റ് എ ടൈം യൂസ് ചെയ്യും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം കൂടെ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു പിടി റോസ്മേരി കൊണ്ട് 2 പ്രാവശ്യം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള റെമഡീസിലൊക്കെ ചിലപ്പോൾ ഫംഗൽ വരും, വേറൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത കാരണം. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ചെയ്ത ഈ ഒരു പിടി റോസ്മേരി മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഞാൻ ഫുള്ള് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ.